ഞങ്ങൾക്ക് വീഡിയോ വൈറലാവണമെന്നുണ്ടെങ്കിൽ ബ്രസീൽ അർജന്റീനയുടെ ജേഴ്സി തന്നെ വേണം. കുറെ ആൾക്കാർ വിചാരം ഞാൻ ഇപ്പൊ മാറിയതാന്ന് കരുതും. ഇന്ത്യ ഫ്ലക്സ് തന്തവൈബ് മനുഷ്യനെ എങ്ങനെ പൂക്കിയാക്കിയത്? ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഒരു കപ്പ് കിട്ടണമെന്നില്ല ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷെ എന്താണോ ഓലെ കളിക്കാർ തമ്മിലുള്ള പോര് ഇതിലേറെ നല്ലത് നേരത്തെ വിരമിക്കുകയാണ്. അർജന്റീനനെ ട്രോളിയിട്ട് ഒരു ചങ്ങായി വിളിച്ചിട്ടേ തല്ലാനൊക്കെ വരാൻ എന്റെ സ്ഥലം എവിടെ. ഇംഗ്ലണ്ടിനായിട്ടുള്ള കളിയിലാണല്ലോ ആ കൈ കൊണ്ട് ഗോളടിച്ചത്. ഇപ്പൊ എന്ത് ചെയ്ത് കഴിഞ്ഞാലും വാറാണ്. അങ്ങനെ അർജന്റീനക്കെതിരെ വാറ് കിട്ടൂലെന്നും പറയുന്നുണ്ട്. ഫിഫ കൈ വാങ്ങിന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കുറെ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. പറയാൻ പറ്റൂല, കാരണം എന്താ അമേരിക്കക്കാര് ഫുള്ള് ബിസിനസ്സുകാരാണ്. പിന്നെ എംബാപ്പനെ അടിക്കുള്ളൂ. കാരണം എന്താ പറയാ, പന്ത് കിട്ടിയാ പോണ പോക്കേ ചില്ലറൊന്നല്ല. ലോകം കണ്ട ഏറ്റവും നല്ല ഫുട്ബോളറായിട്ട് റൊണാൾഡോ. നമ്മള് ഇംഗ്ലണ്ട് ആണെങ്കിലും ഞാൻ മെസ്സിനെ പറയും. ഒരു ദിവസം മോങ്ങാതെ കടന്നുറങ്ങണം. പിന്നെ ആകെയുള്ള സമാധാനം 5 കപ്പ് ഉണ്ട് എന്നുള്ളതാ. ഞങ്ങള് പോർച്ചുഗലുകാർക്ക് കപ്പൊന്നുമില്ല, പക്ഷെ ഞങ്ങക്ക് തൊള്ളുണ്ട്. ഞങ്ങൾ അതിന് പിടിച്ചിക്കും എങ്ങനെയും. പിന്നെ വേറൊരു സന്തോഷ വാർത്ത ഉണ്ട്. നെയ്മർ 2030 വിരമിക്കൂല. നെയ്മർ 3000 വരെ വിരമിക്കണില്ല, കാരണം അവന് ബെഞ്ച് പേരിക്കല്ലേ. അടുത്ത പ്രാവശ്യം ഫ്ലെക്സ് വെക്കുമ്പോ നമ്മളെ ഫോട്ടോ വെക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതാണ് നിർത്തിക്കൊണ്ട്. അഥവാ തോറ്റ് കഴിഞ്ഞാല് നമ്മളെ ഫോട്ടോക്കാർ നാട്ടുകാർ മൊത്തം കാണാം. ഫ്ലെക്സ് ആണെങ്കിലും എടുത്ത് ഒഴിവാക്കാൻ പറ്റൂല. ഇതുവരെ നിങ്ങളെ പേര് കേൾക്കാത്ത ടീമിന്റെ കൂടെയാണ് കളിച്ചത്. അതേമാതിരിയല്ല, അടുത്ത പ്രാവശ്യം ഇംഗ്ലണ്ടിന്റെ കൂടെയാണ്. ഒന്ന് വരകും. ബ്രാച്ചിക്കലിന്റെ തൊള്ള മാത്രമേ ഉള്ളൂ. ഞങ്ങളൊക്കെ നിറ കാലുമ കളിണ്ടേ. നിങ്ങൾ എന്തൊക്കെയാ ചങ്ങായിമാരി പറഞ്ഞു കൊടുക്കുന്നത്? അല്ല, എന്താ അവസ്ഥ? നിങ്ങളിപ്പോ ഏതൊക്കെ ടീം? കൺഫ്യൂഷനാണ്. നിങ്ങൾ ഏതാ ടീം? ഞാൻ ബ്രസീലാണ്. ബ്രസീല് എല്ലാം ഉണ്ടല്ലോ ഇതില്. ബ്രസീൽ, അർജന്റീനയും പോർച്ചുഗലും. ബാക്കിൽ പോർച്ചുഗലും ഉണ്ട്. റീഡ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ പലതും ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അത് ഞാൻ ചോദിക്കാൻ വന്നു. ഇപ്പൊ ഒരു വീഡിയോയില് നിങ്ങളിപ്പം ബ്രസീലേക്കാരോ നിങ്ങൾ അർജന്റീനക്കാരോ, അടുത്ത വീഡിയോയിൽ നേരെ ശരിക്കും, അതായത് നമുക്ക് ഇനിയിപ്പോ പ്രേക്ഷകരോട് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. പേരും കാര്യങ്ങളൊക്കെ. അംസപ്പ എന്ന് പറഞ്ഞാൽ ശരിക്കും പേരെന്താ? അംസപ്പ വിളിക്കുക. വീട് പാതായിക്കര, മലപ്പുറം ജില്ലയില്. എങ്ങനെ ഇപ്പൊ വീഡിയോയിലേക്ക് കിടക്കുന്നത് എങ്ങനെയാണ്? വീഡിയോയിലേക്ക് പറഞ്ഞാല് ഞങ്ങളെ വീഡിയോയിലേക്ക് വഴിതെറ്റിച്ച ഒരു രണ്ടാളം തന്നെയാണ്. ഞങ്ങൾ ഫാറൂഖ് ആദ്യം ഇത് കൊടുക്കുന്നത്. പിന്നെ മുനീർ വീഡിയോ ചെയ്യുമ്പോൾ വിളിക്കും. ഞങ്ങൾ നടക്കാൻ പോണ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ നിർത്തിക്കുന്നു ഈ കളി കാരണം. രാവിലെ നടക്കാൻ പോക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ പോണ ഓരോ പിന്നെ ഇത് പറയും. അപ്പൊ അവര് ആദ്യമൊക്കെ ചെയ്തിരുന്നു. അപ്പൊ ഞാനെന്താ, എനിക്ക് ഇതിനെ പറ്റി വലിയൊരു എയിമൊന്നും കിട്ടിയിരുന്നില്ല. അങ്ങനെ ഒരു ഇതില് ഫാറൂഖ് പറഞ്ഞത് നിൽക്കുന്ന പറഞ്ഞിട്ട് അങ്ങനെ നിന്നതാണ്. പിന്നെ ഫാറൂഖിനെ കൊണ്ടുപോകാൻ തുടങ്ങി. ഫാറൂഖ് മുനീറും തന്തവൈബ് മനുഷ്യനെ എങ്ങനെ പൂക്കിയാക്കിയത്? അതിലെ ആൾക്കാർക്ക് ഒരു വെറൈറ്റി കൊണ്ടാൻ പറ്റി. ഇപ്പൊ എന്താ അംസപ്പ ഫാൻസ് കുറെ കമന്റുകളൊക്കെ ഉണ്ടോ? ഈ പിള്ളേരെ കൂടി മുപ്പര് നാശായില്ലെന്നൊക്കെ രസമായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. കൂടുതൽ സോഷ്യൽ മീഡിയയില് ഈ ഒരു പ്രായക്കാരോ അല്ലെങ്കിൽ 25-30 ആ ഒരു വരെയുള്ള ആൾക്കാരാണ് കൂടുതൽ ക്രിയേറ്റർ. എനിക്ക് 56 വയസ്സ്. വീട്ടിൽ 2 പെൺകുട്ടികളുണ്ട്, ഭാര്യയുണ്ട്. എന്തായിരുന്നു ജോലി? എന്തായിരുന്നു? ഞാൻ ഗൾഫിലായിരുന്നു. വന്നിട്ട് 4 വർഷമായി. 4 വർഷമായി. നിങ്ങള് എന്താ? മുനീർ. ഞാനും ഇവനും അരികോടണിലായിരുന്നു. അരികോടണില് അരിയേറ്റിന് പരിപാടിയായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾ വീഡിയോ ചെയ്ത് തുടങ്ങണത്. പിന്നെ ഇപ്പൊ ഇറങ്ങിയിട്ട് ഒരു 3 കൊല്ലം ആയിട്ടുള്ളൂ. ഇപ്പൊ വീഡിയോ ആയിട്ട് അങ്ങനെ നീങ്ങി പോകുന്നു. കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാ ജനങ്ങളെ മൊത്തം പ്രശ്നമായി നിങ്ങൾ ഏത് ടീമാണെന്നുള്ളത് അറിയില്ല. അത് ഞങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ ഇംഗ്ലണ്ടാണ്. ഞാൻ ബ്രസീലാണ്. ഞാന് മൊറോക്കോ. പണ്ട് മുതലേ മൊറോക്കോ തന്നെയാണ്. ഇന്റെ പിന്നെ ഞാനേ കൊറേ ആൾക്കാർ വിചാരം ഞാൻ ഇപ്പൊ മാറിയതാന്ന് കരുതും. ഇന്റെ ഫ്ലെക്സ് അവിടെ ഉണ്ടല്ലേ? അപ്പൊ അവിടെ ഒരു ഫ്ലെക്സ് ഒക്കെ കാണുന്നുണ്ട്. അതിന്റെ ഫോട്ടോ ഉണ്ട്. അത് വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുന്നേ ഇട്ടതാണ്. പക്ഷെ ഞാനിതുവരെ ആരും അറിയിച്ചിട്ടില്ല. പിന്നെ ഇപ്പോഴല്ലേ ഞങ്ങൾ ഇംഗ്ലണ്ടിന്റെ ആളുകള് എന്താ ഒന്ന് നോക്കൽ തുടങ്ങിയത്. അതുവരെ നല്ല ടീമാണെന്ന് അറിയാം. പക്ഷെ ഇങ്ങനെ ട്രോളുകളിലും ഇതിലൊന്നും എടുത്തിടാന് അത്രക്കണ ആയില്ല. ഇപ്പോഴാണ് ഇംഗ്ലണ്ടിനെ കൊടി വെച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ വൈറലാവൽ തുടങ്ങി. അപ്പൊ ഞങ്ങൾക്ക് വീഡിയോ വൈറലാവണമെന്നുണ്ടെങ്കിൽ ബ്രസീൽ അർജന്റീനയുടെ ജേഴ്സിയുടെ തന്നെ വേണം. ഇനിയിപ്പോ വരാൻ പോകുന്ന അർജന്റീനയാണ്. എന്താണ്? അർജന്റീന ഇംഗ്ലണ്ടാണ് കളി. അല്ല ഇപ്പൊ കളി ഇംഗ്ലണ്ടും നല്ല കളി, അത്യാവശ്യം നല്ല കളി. ഇപ്പൊ ലാസ്റ്റ് കളിയൊക്കെ അത്യാവശ്യം നല്ല കളി കളിച്ചിട്ടുള്ളത്. പിന്നെ അർജന്റീനയുടെ എന്ന് പറഞ്ഞാല് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റൂല. കാരണം എന്താ വെച്ചപ്പോ കഴിഞ്ഞ ലാസ്റ്റ് കളിയില് ഒരു 80 മിനിറ്റിന് ശേഷം 70 മിനിറ്റിന് ശേഷം പെട്ടെന്നാണ് 3 ഗോളൊക്കെ ടപ്പ് വെച്ചിട്ട് ഇട്ടത്, വിന്നായത്. അപ്പോ ഈജിപ്തിനായിട്ട് കളി നമുക്ക് പറയാൻ പറ്റില്ല. ആ കളിയിൽ പോവാണെന്നുണ്ടെങ്കിൽ എന്തായാലും
അർജന്റീന കപ്പ് എടുക്കും. അങ്ങനെയാണ് ഇഞ്ചൊരു ഇത് വരുന്നത്. അർജന്റീന പക്ഷേ ലാസ്റ്റ് അതായത് ഗ്രൂപ്പ് ഘട്ടം കഴിഞ്ഞ് ബാക്കി എല്ലാ കളി ഇപ്പൊ കേബേർഡ് ആണെങ്കിലും ഈജിപ്ത് ആണെങ്കിലും സ്വിറ്റ്സർലാൻഡ് ആണെങ്കിലും ഒക്കെ ഒന്ന് വരച്ചിട്ടുണ്ട്. വരച്ചിട്ടുണ്ട് ഇല്ലാന്നല്ല, കളിച്ചിട്ടില്ല. ഇംഗ്ലണ്ടായിട്ട് കളിച്ചുമ്പോ ഇംഗ്ലണ്ട് ജയിക്കുന്ന പറഞ്ഞ മാതിരി പേരറിയാത്ത ഏതോ രാജ്യത്തിന്റെ എപ്പോഴാണ് കളിച്ചത്. പണ്ട് പറഞ്ഞു കഴിഞ്ഞാലേ എന്താ ഇംഗ്ലണ്ടിന്റെ കളിയിലാണല്ലോ ആ കൈ കൊണ്ട് ഗോൾ അടിച്ചത്. അന്ന് വലിയ കൂടുതൽ ക്യാമറയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്ത് ചെയ്ത് കഴിഞ്ഞാലും വാറാണ്. അങ്ങനെ അർജന്റീനക്കെതിരെ വാറ് കിട്ടൂലെന്നും പറയുന്നുണ്ട്. ഞാനതാ ചോദിക്കുന്നത്. ഇപ്പൊ ഈ ഫിഫ കായ് വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കുറെ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ശരിക്കും ഫിഫ കായ് വാങ്ങും? അങ്ങനെ നിങ്ങളുടെ അഭിപ്രായം? പറയാൻ പറ്റൂല. കാരണം എന്താ അമേരിക്കക്കാര് ഫുള്ള് ബിസിനസ്സുകാരാണ്. അപ്പൊ അവർക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫേമസ് ആയിട്ടുള്ള ഏതൊരു ടീം ഫൈനലിലേക്ക് എത്തണം. അല്ലെങ്കിലൊക്കെ ആളുകൾ ടീം എത്തിയിട്ട് കാര്യമില്ല, മാർക്കറ്റിംഗ് നടക്കൂല അല്ലെ. അപ്പൊ അവരെ എന്താ പറയാൻ പറ്റൂല. ചിലപ്പോ അത് ശരിയായിരിക്കും. അല്ല നമ്മളെ നാട്ടിൽ മാത്രം ഒന്നാവൂല ഈ എന്താ. നമ്മുടെ നാട്ടിലുണ്ട് ഈ മറ്റേ ഏറ്റവും നല്ല ടീം വരണമെന്നില്ല. ആദ്യത്തെ കളി അല്ലെങ്കിൽ കമ്മിറ്റിക്ക് നഷ്ടമാണ്. അതൊക്കെ വലിയ അർജന്റീന കമ്മിറ്റി ടീമാണോ നിങ്ങൾ പറയുന്നത്? അല്ല, പക്ഷെ ലാസ്റ്റ് കളി നേരെ നന്നായി കളിച്ച് ആ റെഡ് കാർഡ് കിട്ടണം തന്നെയാണ് അമ്പോളൊക്കെ അല്ലെ, ഫൗൾ ചെയ്തിട്ട്. എന്താ ബ്രസീലൊക്കെ നേരത്തെ പോയതിനെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം? ബ്രസീൽ കുറച്ചുകൂടി നിക്കണ്ടായിരുന്നു. നെയ്മർ അങ്ങനത്തെ ചെറിയൊരു പ്രശ്നമാണ്. ഞാൻ പറയുമ്പോൾ ബ്രസീലിനെ നോക്കുമ്പോ ബാക്കിലൊന്നുണ്ട്. ലക്ഷ്യം ഒന്ന് മാത്രം 6ാം ലോക കിരീടം. നിങ്ങൾ കാണിച്ചതിനേക്കാൾ മാസം ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്, ഇനി കാണിക്കുകയും ചെയ്യും. അത് വേൾഡ് കപ്പിന് മുമ്പ് കാണുമ്പോ ഭയങ്കര സാധനമാണ്. ഇപ്പൊ നോക്കുമ്പോ ഇച്ചിരി ഒരു കോമഡി ഫീൽ വരൂലേ? ഇപ്പൊ ഈ ചങ്ങായിമാരിത് അയക്കണല്ലേ. അതില് ഫോട്ടം വെച്ചവരൊക്കെ കുടുങ്ങിക്കാണ്. ഫ്ലെക്സ് നേരെ ഊരി നമ്മളെ കാക്കാന്റെ കടയിൽ കൊടുക്കുവോ? അത് ഇവിടെ തന്നെ ഒരു ഇരിക്കാനുള്ള ഒരു ഇരിപ്പിട ഉണ്ടാക്കണം എന്നാ കരുതണേ. എല്ലാരും ഫ്ലക്സ് എടുത്തിട്ട്. എല്ലാരും ഫ്ലക്സ് ഉണ്ട് ഇവിടെ, എല്ലാ ടീമിന്റെ ഫ്ലക്സ്. ഞങ്ങൾ ഇവിടെയാണ് ഇരിക്കല്. അപ്പൊ നിങ്ങൾ ഇന്നലെ വിളിച്ചപ്പോ ലൊക്കേഷൻ വിട്ടതും ഞാൻ ഇവിടുന്ന് ഇവിടുന്നാണ്. എന്ത് പോർച്ചുഗലിന്റെ അവസ്ഥ? പോർച്ചുഗൽ എന്താ ക്രിസ്ത്യാനോ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുന്നുണ്ടോ? പോർച്ചുഗൽ പറഞ്ഞാൽ വേൾഡ് കപ്പ് തുടങ്ങിയ മുതൽക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഒരു കപ്പ് കിട്ടണമെന്നില്ല ഒരു ആഗ്രഹമായിരുന്നു. എനിക്കുണ്ടായിരുന്നു, മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്താണോ ഓരോ കളിക്കാർ തമ്മിലുള്ള പോര് ഭയങ്കരമാണ്. ലോകം മൊത്തം അറിഞ്ഞു. ലോകം മൊത്തം അറിഞ്ഞു. ക്രിസ്ത്യാനോ ശരിക്കും ഒറ്റക്കായി പോയല്ലേ? ഒറ്റപ്പെടുത്തി അതുണ്ടായത്. ആത്മാർത്ഥത കളിക്കണ മനുഷ്യനാണ് അവന്. ആ രാജ്യത്തിന് കപ്പ് കിട്ടണം എന്നുള്ളൊരു ഒരു മനസ്സിലെ ഇതായിരുന്നു. നല്ലൊരു കളി കാണാന് ഇപ്രാവശ്യം കഴിഞ്ഞില്ല. അത് മുപ്പര തലയൊക്കെ താഴ്ത്തി കരഞ്ഞുകൊണ്ട് പോകുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവില്ല അത്രമാത്രം ഒരു കപ്പിന് വേണ്ടിട്ട് മെനക്കെടുത്തുണ്ടെന്ന്. ഇതിലേറെ നല്ലത് നേരത്തെ വിരമിക്കുന്നു. അതായത് നമ്മള് പറയാ ലെജൻസിന് ഇപ്പോ മെസ്സി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദൂരത്തുനിന്ന് നമുക്ക് നോക്കാം. നെയ്മർ ഇപ്പോ അവസാന വേൾഡ് കപ്പ് കഴിഞ്ഞ് പോയി, മോഡ്രിച്ച് പോയി, ക്രിസ്ത്യാനോ പോയി. അടുത്തൊരു ലോകകപ്പ് 2030 ലോകകപ്പിലേക്ക് വരുമ്പോ നമ്മള് ഇത്രയും ആരാധിച്ച കുറെ പ്ലേയേഴ്സ് ഉണ്ടാവില്ല. അതൊക്കെ എത്രത്തോളം ഒരു വിഷമമുള്ള കാര്യമായിരിക്കും. അങ്ങനെ മാറി വരട്ടെ. നമ്മളിപ്പോ ഇതിനു മുമ്പ് ആരാധിച്ചിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. കാർലോസ് അങ്ങനെ അല്ലെ, ഇതൊക്കെ. പക്ഷെ അതെന്താ സംഭവം അറിയോ? നമ്മളിപ്പോ ഈ നെയ്മർ ആണെങ്കിലും മെസ്സി ആണെങ്കിലും റൊണാൾഡോ ആണെങ്കിലും ഇവരെ ആരാധിച്ചമാര് നമ്മള് വേറെ ആൾ വരുമ്പോ ആരാധിക്കുമെന്ന് ഇപ്പൊ എനിക്ക് സംശയമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും കാലം ഇപ്പൊ നമ്മള് ഇന്ത്യ ഒരു ഓർമ്മ മുതല് ഞാൻ ബ്രസീലിലാണ്. അപ്പോ ആ ടൈം മുതൽ നമ്മൾ കാണുന്ന ആൾക്കാര് ഇപ്പോഴും നെയ്മറൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ നമ്മള് ഒരാളേക്ക് എത്തിപ്പെട്ട് ഇങ്ങനെ കേറി ഫോട്ടോ ഫ്ലെക്സും വെക്കുന്ന രീതിക്ക് നമ്മൾ വരുമോ എന്നുള്ള എനിക്കറിയില്ല. നമ്മള് ബ്രസീലിൽ ചിലപ്പോൾ വെക്കാം, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മള് ഒരു ആളെ മെയിൻ ആക്കിയിട്ട് വെക്കാനുള്ള ഇതിപ്പോ ഇനിയിപ്പോ അർജന്റീനയിലാണെങ്കിലും പോർച്ചുഗലിലാണെങ്കിലും ബ്രസീലിലാണെങ്കിലും അങ്ങനെ ഒരാളില്ല. ഒരു സുൽത്താൻ അല്ലെങ്കിൽ ഒരു മെയിൻ പ്ലെയർ എന്ന് പറയുന്ന ഒരാളില്ല. അപ്പൊ ഇനിയുള്ള അടുത്ത ലോകകപ്പിൽ നമ്മളിത് ഫ്ലെക്സ് വെക്കോ ഇല്ല എന്നുള്ള നമുക്ക് പറയാനേ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ. നല്ല കളിക്കാർ വരുവാടാ വരട്ടെ. ഇപ്പൊ ഞാന് ബെക്കാമില്ല സമയത്താണ് ഇംഗ്ലണ്ടിന് കൂടിയത്. പിന്നെ റൂണി ഉണ്ടായിരുന്നു, ക്രൗച്ച്, അങ്ങനെ ഒരുപാട് കളിക്കാരുണ്ടായിരുന്നു. ഇപ്പൊ അവരൊന്നും ഇല്ലല്ലോ. പക്ഷെ എന്നിട്ട് ഇപ്പോഴും ഞങ്ങൾ അടിപൊളിയായിട്ട് കളിക്കണില്ലേ. അതിങ്ങനെ കാലം മാറി. അത് അതല്ല ഞാൻ ടീം ഇതാവില്ല എന്നറിയില്ല. ടീമിൽ നമ്മളെപ്പോഴും ടീമിലുണ്ടാവും. നമ്മള് ബ്രസീൽ ആൾക്ക് ബെക്കാമിനെ കണ്ടിട്ടാന്ന് വന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ഇഷ്ടം നമ്മള് ആ ടീമില് വേറെ ആളോട് ഉണ്ടാവില്ല. അതാ ഞാൻ പറഞ്ഞത്. അത് ശരിയാണോ? ആരിക്കനോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ബെക്കാമിനോട് തോന്നിയ ഇഷ്ടം ആരിക്കനോടും ബെല്ലിംഗാമിനോടൊക്കെ ഉണ്ടോ? അതുണ്ട്. അത് ഇനി നമ്മളിങ്ങനെ മാറി ഇപ്പൊ ഏകദേശം 60 വയസ്സായ ആളുകളൊക്കെ മെസ്സിനെ ഇഷ്ടപ്പെടണില്ലേ. അവരൊക്കെ അന്ന് മറഡോണനെ സ്നേഹിച്ചിരുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം അവര് മെസ്സിനെ അതേപോലെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ തലമുറകളായിട്ട് മാറുമ്പോ ഇപ്പൊ നമ്മള് വയസ്സായാലും അന്ന് ഇതേപോലെ മാജിക് കാണിക്കുന്ന ആളുകൾ വരും. നമുക്ക് അങ്ങനെ തോന്നുകയാണ്. പിന്നെ ഇപ്പോ നമ്മള് സെമിയിലേക്ക് പോവാണെങ്കിലേ, ഇപ്പൊ സെമി ലൈനപ്പായി അർജന്റീന വരുന്നു, ഫ്രാൻസ് വരുന്നു, സ്പെയിൻ വരുന്നു,
ലോക റാങ്കിങ്ങിലെ ആദ്യത്തെ 4 സ്ഥാനക്കാരാണ് വരുന്നത്. സെമിയിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് സെമിയിൽ സാധ്യത കാണുന്നത്? ഇംഗ്ലണ്ട് അർജന്റീന മാച്ച് ഉണ്ടോ? ഇംഗ്ലണ്ട് ജയിക്കും. അത് ശരി. അർജന്റീന വെറുതെ ഇറങ്ങുന്നത്? അല്ല, അർജന്റീന മുൻതൂക്കം. ആ, ഈ കപ്പ് ഇപ്രാവശ്യം അർജന്റീനക്ക് തന്നെ. ഇനിയിപ്പോ അവര് തമ്മിൽ മുട്ടും ചിലപ്പോ. പഴയ അതന്നെ പഴയ ഫൈനല് ഫ്രാൻസും അർജന്റീനയും. അപ്പൊ അവര് തമ്മിൽ മുട്ടാല ഇതുണ്ട്. ഇതില് സ്പെയിനാണ് ഒന്ന് വരിക. സ്പെയിന് ഒന്ന് വരും, പിന്നെ ഇംഗ്ലണ്ട് വരാനാണ് സാധ്യത. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അതില് കപ്പ് സ്പെയിൻ അതെ, അതില് കപ്പ് സ്പെയിൻ എടുക്കുന്നതാണ് എന്റെ ഒരു ഇത്. ഇത് 66ത്തെ ചരിത്രം തിരുത്താനുള്ള പരിപാടിയാണ്. അങ്ങനെ ഞാൻ കളി കണ്ടില്ല, എനിക്ക് അങ്ങനെ തോന്നിയത്. പക്ഷെ അർജന്റീനക്ക് ചാൻസ് ഉണ്ട്, ഇല്ലാന്നല്ല. ഇവരെ ഈ അർജന്റീനയുടെ ഈ കളി കഴിഞ്ഞിട്ടാക്കാരം ഇത് പോസ്റ്റ് ചെയ്യാറുണ്ട്. അല്ലല്ല, നമ്മൾ തന്നെ പോസ്റ്റ് ചെയ്യും. അരി തന്നെ കൊടുക്കുക. അല്ല, മറ്റേ ഈ നിങ്ങളൊരു വീഡിയോ ഒക്കെ കത്തിയ മറ്റേ മന്ത്രവാദിന്റെ സാനിറ്ററി വീഡിയോ ഒക്കെ കണ്ടിരുന്നു. കൂടോത്തിന് മന്ത്രവാദം കേൾക്കാം സഭ. അതൊക്കെ വെറുപ്പാക്കാണ്. ലാസ്റ്റ് മന്ത്രവാദി ഓടിയില്ലേ? മെസ്സി ഗോൾ അടിക്കില്ല, അർജന്റീന. ഞങ്ങൾക്ക് ഒരു കണ്ടന്റ് ആയില്ലേ? ഞങ്ങൾക്ക് എന്തായാലും ഈ വേൾഡ് കപ്പ് വന്നു കഴിഞ്ഞാല് ഞങ്ങൾക്ക് ചാകരയാണ് ഈ വീഡിയോ ചെയ്യണ ആൾക്കാർക്കൊക്കെ. അപ്പൊ വേൾഡ് കപ്പ് കഴിയുമ്പോ ഇനിയിപ്പോ നിങ്ങളെ പരിപാടി എന്തായിരിക്കും? അപ്പോഴും വീഡിയോ ഉണ്ട്, പക്ഷെ ഇത് ഡെയിലി വീഡിയോ ഇടാൻ കിട്ടും. മറ്റേത് ഒരു 3 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോഴൊക്കെ ഒരു കളി 2-3 കണ്ടന്റ്. ഇതൊക്കെ ഇപ്പൊ 2-3 ഇടുന്നുണ്ട് ദിവസം. ഏതിട്ടാലും മില്യനാണ് വ്യൂസ്. ഇപ്പൊ എന്താ ജേഴ്സി അങ്ങോട്ട് മാറ്റിയാൽ മതി. ഒരു ടീമിനെ തന്നെ സ്നേഹിച്ചുകൊണ്ട് വീഡിയോയില് നടക്കും. നമ്മളെന്താ വെച്ചാല് എല്ലാ ടീമിനും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളും. ചിലര് നമ്മളെ വിളിച്ചിട്ട് ബ്രസീലല്ലേ, എന്താ പറയുക, എന്താ ബ്രസീലിനെ പറയുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ കണ്ടിട്ടല്ല, നമ്മള് വീഡിയോ ചെയ്യുമ്പോ ആ ഒരു വീഡിയോന്റെ രീതിയിൽ മാത്രം പോവാ. ടീമൊക്കെ നമുക്ക് ഉണ്ട്, ഇല്ലാന്നല്ല, അത് അതിന്റെ രീതിയിൽ. അല്ലാതെ നമ്മളൊരു ടീമുണ്ട് തല്ലിവിടാനും ഇതിനൊന്നും നമ്മള് പോകില്ല. ഞങ്ങള് അർജന്റീനനെ ട്രോളിയിട്ട് ഒരു ചങ്ങായി വിളിച്ചിട്ടേ തല്ലാനൊക്കെ വരാൻ എന്റെ സ്ഥലം എവിടെ, കറക്റ്റ് ലൊക്കേഷൻ കൂടെ ഞങ്ങളിപ്പോ പറഞ്ഞ സ്ഥലത്തേക്ക് വരാം. പെരുന്തമണ്ണ പോയിട്ട് ലൊക്കേഷൻ വിട്ട് അവിടെ ഉണ്ട് ലൊക്കേഷൻ വിട്ടിട്ട്. അപ്പൊ എങ്ങനെയാണ് കളിയൊക്കെ കാണല്? എവിടുന്നാണ് ക്ലബ്ബ് ഉണ്ടോ? അങ്ങനെ ക്ലബിൽ കാണല്ലേ? നമ്മളൊരു സൊറൊക്കെ പറയുന്ന ചങ്ങന്മാരെല്ലാരും ഉണ്ടാവും, അല്ലെങ്കിൽ അതൊക്കെ പറഞ്ഞിരിക്കും. ഒരാള് ചൂണ്ടലിടും, അങ്ങനെ മീൻ കിട്ടിയില്ലെങ്കിലും അല്ലേ? നമുക്കിപ്പോ ഈ നിങ്ങളാണ് കൂട്ടത്തിലെ സീനിയർ, അപ്പൊ അതുകൊണ്ട് ഈ പഴയ വേൾഡ് കപ്പ് കണ്ട ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? അറിയാം. കാരണം ഞാൻ മറഡോണയുടെ കളിയൊക്കെ കണ്ടാണ് ടി വിയിൽ വെച്ചു. ടി വി എന്ന് പറഞ്ഞാൽ അന്ന് ടി വി ഒന്നുമില്ല. നമ്മളവിടെ നമ്മളെ ഈ ദേശത്ത് ഇവിടെ ഒരു 2-3 വീട്ടിൽ മാത്രമേ ടി വി ഉണ്ടായിരുന്നു. പിന്നെ അതും കളറൊന്നുമല്ല, കളർ ടി വി ഒന്നുമില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനത്തെ. അതും കാണുമ്പോൾ തന്നെ ഭയങ്കര വൈബ്രേഷൻസ് ഗ്രെയിൻസ് ഒക്കെ വരും. അപ്പൊ അങ്ങനെയൊക്കെ എങ്ങനെയാണോ നമ്മൾ ഈ അന്ന് നല്ല മഴക്കാലത്തൊക്കെ നമ്മൾ പോയി കാണുക. വീട്ടിൽ നിന്ന് സമ്മതിക്കൊന്നുമില്ല, എന്നാലും എങ്ങനെയൊക്കെ പറഞ്ഞ് പോവും. അപ്പൊ രാത്രിയല്ലേ 2 മണിക്ക് ഒരു മണി ആ സമയത്തൊക്കെ കളി നടക്കുക. അങ്ങനെ പിന്നെ വീട്ടിലൊന്നും സമ്മതിക്കില്ല, കാരണം വെച്ചാൽ ചെറു പ്രായമല്ലേ. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാവും, എല്ലാവരും കൂടിയിട്ട് പോകുമ്പോൾ അവിടെ സമ്മതിക്കും. അല്ലെങ്കിൽ പിന്നെ ടൗണിൽ പോകണം. ടൗണിൽ സർവീസ് ബാങ്ക് പറഞ്ഞ ആ ബാങ്കിന്റെ മുകളിൽ കളി വെച്ചിരുന്നു. അപ്പൊ പിന്നെ ആ വലിയ ഹാളും ഇതൊക്കെയാണ്, അതിൽ പിന്നെ കാണാൻ നല്ല സൗകര്യമാണ്. അപ്പൊ ഇപ്പോഴാണ് ഇപ്പൊ മൊബൈലിലും കാണാൻ പറ്റും, എന്തിലും ടി വിയിലും കാണാം. അന്ന് ഇപ്പൊ ഇന്നത്തെ മാതിരി ഇപ്പൊ ഭയങ്കര ഫാൻ ഫൈറ്റും ഫ്ലക്സും പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അന്നില്ലല്ലോ, അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല അന്ന്. ഫ്ലക്സിന്റെ മറ്റേ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. അന്നൊക്കെ വ്യക്തികള് അത് ഓരോരുത്തരൊക്കെ അന്ന് മറ്റേ മറഡോണിന്റെ കൂടുതലും മറഡോണക്കാണ് അന്ന് ആൾക്കാരുണ്ടായത്. നമ്മളതില് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടായിരുന്നത് മറഡോണക്കാണ്. പക്ഷെ ജയിച്ച കളി നിങ്ങൾ കണ്ടിക്കണു. അന്ന് പിന്നെ മറഡോണക്ക് കനീജിയ ഇവരൊക്കെ നല്ല കളിക്കാരായിരുന്നു. കനീജൊക്കെ നല്ല സൂപ്പർ കളിക്കാരായിരുന്നു. അപ്പൊ പേരൊക്കെ മറന്നു. ഇപ്പൊ അർജന്റീനക്ക് എപ്പോഴും ആൾക്കാർ ഇതുവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. LCD അടിച്ചു, പ്രൊജക്ടർ കാലത്തൊക്കെ അടിക്കാൻ പോവാണ്. അടിക്കട്ടെ അല്ലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയിൽ അർജന്റീന കപ്പെടുത്ത് കണ്ടിട്ടുണ്ട്, LCD ടിവിയിലും കപ്പെടുത്ത് കണ്ടിട്ടുണ്ട് ഖത്തറില്.
അതും കണ്ടു. ഇനിയിപ്പോ പ്രൊജക്ടറിലും കൂടി കാണാൻ പോവാണ്. അടിക്കൂല, ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കൂലേ? തോൽപ്പിക്കും. ടീമാ, ഫാറൂഖിന്റെ ടീമാ. ആ എന്തായാലും തോൽക്കും. അന്നത്തെ അതിന്റെ ആ ചരിത്രം അതിന്റെ ആ ദേഷ്യം ഇപ്രാവശ്യം ഉണ്ടാവും. അന്ന് ആ കൈയോണ്ട് അടിച്ചതിന്റെ ദേഷ്യം അതിന് ശേഷം ഇവരെ നേരെ കിട്ടിയിട്ടില്ല. ശരിക്കും 5 കളിയാണ് എന്താ ഇംഗ്ലണ്ടും ഇവരും കളിച്ചിട്ടുള്ളത്. 2005 ശേഷം ഇതുവരെ കളിച്ചിട്ടില്ല. അതായത് ഭയങ്കര ഒരു കൗതുകമുള്ള സാധനം, മെസ്സി ഇതുവരെ ഇംഗ്ലണ്ട് ഇതുവരെ കളിച്ചിട്ടില്ല എന്നുള്ളതാണ്. മെസ്സി 2005 അരങ്ങേറുന്നത്. 2005 മുതൽ രാഷ്ട്രീയ കാര്യങ്ങൾ കൊണ്ട് 2 ടീമുകളും കളിച്ചിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് കളിക്കാൻ പോകും. അപ്പൊ പഴയതിന്റെ ഒക്കെ മറഡോണ വീട്ടിയ അതേ സാധനം മെസ്സി വീട്ടോ അതോ മറഡോണക്ക് പകരം മെസ്സിക്കെതിരെ കൊടുക്കുമോ എന്നുള്ളതാണ് ഇനിയിപ്പോ ആൾക്കാർ. ഈ 5 കളിയില് 3 കളിയിലും ഇംഗ്ലണ്ടാണ് ജയിച്ചിട്ട്. 2 കളിയിലെ അർജന്റീന ജയിച്ചിട്ടുള്ളൂ. അത്തക്കഞ്ഞിപ്പോ സെമിയിൽ നമ്മള് കിട്ടൂലല്ലേ ഹംസഭ? അടിച്ചു തീർക്കും. മെസ്സി കഴിഞ്ഞ കളിക്കൊന്നും ഗോളിക്കാത്തതിന്റെ ക്ഷീണമുണ്ട്. പക്ഷെ ഇതില് ഇംഗ്ലണ്ടിനെ കിട്ടുമ്പോ റെഡിയാക്കും. അല്ല അത് മെസ്സി കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ കളിക്ക് ഗോൾ സ്വിറ്റ്സർലൻഡിന് ഗോൾ അടിച്ചില്ലല്ലോ. ഗോൾഡൻ ബൂട്ടിലേക്ക് ഭയങ്കര അടിയാണോ തോന്നുന്നത്. മെസ്സി എംബാപ്പി 8 ഗോൾ അടിച്ചു. കെയ്നും ജൂഡ് ബെല്ലിംഗാം 6 ഗോളുണ്ട്. ഹാളണ്ട് അടിച്ചെങ്കിലും അവരുടെ ടീം പുറത്തായി. ആരാവും ഗോൾഡൻ ബൂട്ട് അടിക്കാൻ മുന്നിൽ? കാരണം എന്താ പറയാ, പന്ത് കിട്ടിയാ പോണ പോക്കേ ചില്ലറൊന്നല്ല, എംബാപ്പന്നെ കരം വരിക. പിന്നെ മെസ്സിക്ക് മറ്റൊരു സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. മെസ്സിക്ക് പ്ലേയേഴ്സ് മെസ്സിക്ക് എന്താ പറയാ, പന്ത് കുറ്റം പറയുന്നുണ്ട്. മെസ്സിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഭയങ്കര ഐക്യാണ്, പന്ത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അവർക്ക് ഇനി അവര് എന്തായാലും അവർക്ക് ഒരു റെക്കോർഡും വേണ്ട, മെസ്സി കേറിയാ. ടീം സ്നേഹിക്കുന്ന പോലെ ക്രിസ്ത്യാനോനെ സ്നേഹിച്ചിരുന്നെങ്കിൽ ആ പോർച്ചുഗൽ ടീം എന്താണെന്ന് ആലോചിച്ചാൽ. കാരണം പോസ്റ്റിന്റെ ഉമ്മർത്തുനിന്ന് ഇവര് മെസ്സിക്ക് ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഇവർക്കും ഉണ്ടാവില്ല ആഗ്രഹം അതിൽ അർജന്റീനയിലെ ബാക്കിയുള്ള പ്ലേയേഴ്സിന് നമുക്കും മെസ്സിന്റെ ഒക്കെ മേലെ കയറണം എന്നുള്ള അങ്ങനെ ഒരു ആഗ്രഹം അവർക്കില്ല. അവർക്ക് മെസ്സി മെയിൻ ആയാൽ മതി. ടീം ജയിച്ചാൽ മതി, അതാണ് നോക്കുക, അതാണ് വേണ്ടത് കേട്ടോ. ടീം ജയിക്കുക, പിന്നെ ഇപ്പൊ വേൾഡ് കപ്പിൽ ഒരു ഗോൾ അടിക്കാറ് പേരെന്നെയാണ്. ആ പേര് കളഞ്ഞിട്ടാണ് മെസ്സിക്ക് കൊടുക്കുന്നത്. അവർക്ക് ഗോൾ അടിക്കാൻ അത്ര വലിയ താല്പര്യമില്ല, മെസ്സിനെ കൊണ്ട് അടിപ്പിക്കാൻ ആ സന്തോഷം കാണാം അല്ലെ. അതേമാതിരി ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ഇപ്പൊ ആരാണ് ബെസ്റ്റ് പ്ലെയർ, ആരാണ് ഗോട്ട് എന്നുള്ള ചർച്ചയൊക്കെ എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഇപ്പൊ പണ്ടത്തെ ആൾക്കാർ പെല പറയും, മറഡോണ പറയും, ഇപ്പൊ മെസ്സി, അതിലേക്ക് ഇപ്പോ ക്രിസ്ത്യാനോനെ പറയുന്നുണ്ട്. ഹംസഫാന്റെ അഭിപ്രായത്തിൽ ആരാണ് ലോകം കണ്ട ഏറ്റവും നല്ല ഫുട്ബോളറായിട്ട്? റൊണാൾഡോ. ഏത് റൊണാൾഡോ? ബ്രസീലിന്റെ പഴയ റൊണാൾഡോ? ക്രിസ്ത്യാനോ റൊണാൾഡോ? സിയാനൊരു വേൾഡ് കപ്പ് ഇല്ല അല്ല, എന്നാലും അത്യാവശ്യം നല്ല ഒരു കളിക്കാരനാണോ. മെസ്സിന്റെ മേലെ നിങ്ങൾ സിയാറിനെ നോക്കും? ഞാന് ചോദിക്കുകയാണെങ്കിൽ നെയ്മറിന്റെ പറയുള്ളൂ. കാരണം എന്താ വെച്ചാല് ആ സ്കില്ല് ഇതുവരെ വേറെ ആർക്കില്ല. ഇപ്പൊ പരിക്ക് കാരണം ഒരു 1000-900 ദിവസം പുറത്തിരുന്നിട്ടാണ്, എന്നാലും ടീമിലെ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നത് നെയ്മറാണ്. അതായത് രാജ്യാന്തര കളിക്ക് വേണ്ടിട്ട്. അതെ, അപ്പോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോട്ട് നെയ്മറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം സ്കില്ല് വേറെ ആർക്കും, ആ ഒരു സ്കില്ല് വേറെ ആർക്കും ഇതിൽ ഇല്ലാന്നാണ് ഇഞ്ചൊരു ഇത് കേട്ടോ. നമ്മള് ഇംഗ്ലണ്ട് ആണെങ്കിലും ഞാന് മെസ്സിനെ പറയും. അതില് ഞാൻ ഫാറൂഖ് ഒന്നാണ്. ഞങ്ങള് മെസ്സിന്റെ എന്തുകൊണ്ടാണ് മെസ്സി? ഓരോ കാരണം പറഞ്ഞല്ലോ. അങ്ങനെ ഒരു കാരണമായിട്ടൊന്നും എനിക്ക് പറയാൻ അറിയില്ല. അങ്ങനെ ഈ വേൾഡ് കപ്പ് വരുമ്പോ മാത്രമേ ഞാന് ഈ കളി കാണുന്ന ആളാണ്. ഇങ്ങനെ ട്രോൾ വെച്ചെങ്കിലും ഞാൻ അത്രക്ക് ഇതിനെ കുറിച്ചിട്ട് അറിവില്ല ആളൊന്നല്ല. പക്ഷെ അർജന്റീനന്റെ കളി ഞാൻ എവിടെ ഉണ്ടെങ്കിലും പോയി കാണും. അപ്പൊ അവന്റെ ആ ഒരു കളി കാണുമ്പോ എല്ലാ ഒരു ഇഷ്ടം കാര്യങ്ങളും. അപ്പൊ അങ്ങനെ കാണുമ്പോ കൂടുതൽ ഫാൻസും ഒരുപാട് ചരിത്രങ്ങൾ തിരുത്തി, അതും അയാള് വന്നപ്പോ ആ ഇത്രയും വർഷത്തെ അവിടെ ആരാധകർക്ക് അവരെ കപ്പെടുത്തു കൊടുത്തതും അതൊക്കെ കണ്ടിട്ടും എന്താണെന്ന് അറിയില്ല. അതിലുണ്ട്, ഇവരെ മുഖത്തുണ്ട് എന്താ പറയണ്ടെന്നുള്ളത്. അപ്പൊ ഇനിയിപ്പോ വേൾഡ് കപ്പ് കഴിഞ്ഞു തുടങ്ങി. ഇപ്പൊ 2 സെമിയും ഒരു ലൂസേഴ്സ് ഒരു ഫൈനലും 4 മാച്ച് കൂടി കഴിഞ്ഞാൽ വേൾഡ് കപ്പ് കഴിഞ്ഞു. ഇപ്പൊ കണ്ടന്റ് എന്ത് ചെയ്യും നിങ്ങള്? ഞങ്ങൾ കിട്ടും, ഞങ്ങള് കോമഡി ആണല്ലോ പൊതുവെ ചെയ്യുന്നത്. അങ്ങനെ ദിവസം ഉണ്ടാവില്ല. ഇത് നമുക്ക് കണ്ടന്റ് ഓൾറെഡി ഒരാൾ തരുന്ന മാതിരി ഇങ്ങനെ വന്നോണ്ടിരിക്കുക. മറ്റേത് നമ്മളൊരു 1.5 മണിക്കൂർ കളി കണ്ടു കഴിഞ്ഞാൽ ഇതിലിപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ വീഡിയോ ചെയ്യണ വേറെ ആരെടുത്തൊക്കെ പോകുന്നുണ്ട് ഇങ്ങനെ ഞങ്ങളെ പോലെ വീഡിയോ ചെയ്യണ? ഇല്ല, പാതിപ്പങ്ങളടുത്ത് തന്നെ വന്നത്. അപ്പൊ ഞങ്ങൾ തന്നെയാണ് മെയിൻ. നിങ്ങൾ തന്നെ പൊലിവ്. അപ്പൊ എന്തായാലും വേൾഡ് കപ്പ് കഴിഞ്ഞാലും നിങ്ങളെ കണ്ടന്റും കാര്യങ്ങളൊക്കെ കൂടുതൽ ഉഷാറായി പോട്ടെ. നമുക്ക് കാണാം. ഉറപ്പായിട്ടും പറയാം. അപ്പൊ കാണാം. ഓക്കെ, താങ്ക് യു.